ഹായ്, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ചില മുറിവുകൾ നമ്മളെ എന്നേക്കുമായി മാറ്റിക്കളയുന്നു. ചില നഷ്ടങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ശൂന്യതയാണ് അവസാനിപ്പിക്കുന്നത്. ഈ കഥ അത്തരമൊരു വേദനയെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ആഴങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾ വീണ്ടും പ്രകാശത്തിലേക്ക് വരുന്നത് എന്ന് ഈ യാത്ര നമ്മെ പഠിപ്പിക്കുകയാണ്. നിറഞ്ഞ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അർജുൻ്റെ ജീവിതം. ഒരു സൂര്യനെ പോലെ തിളങ്ങി നിന്നിരുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ഇന്റീരിയർ ഡിസൈനിങ് കമ്പനികളിൽ ഒന്നിന്റെ തലവൻ. തന്റെ 30കളുടെ തുടക്കത്തിൽ തന്നെ അയാൾ സ്വപ്നം കണ്ടതെല്ലാം നേടിയെടുത്തു. ആഡംബരമായ ഫ്ലാറ്റും വില കൂടിയ കാറുകളും എപ്പോഴും തിരക്കിട്ടോടുന്ന ജീവനക്കാരും എല്ലാം അയാളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു. എന്നാൽ അർജുന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇതൊന്നുമല്ലായിരുന്നു. അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ സുമിതയായിരുന്നു. ഒരു നർത്തകിയായിരുന്ന സുമിതയുടെ നൃത്തം പോലെ മനോഹരമായിരുന്നു അവരുടെ ജീവിതവും. ചിരിയും തമാശകളും പരസ്പരമുള്ള കരുതലും അവരുടെ ഓരോ നിമിഷത്തെയും അമൂല്യമാക്കി. മഴ പെയ്യുമ്പോൾ ബാൽക്കണിയിലിരുന്ന് ചൂട് ചായ കുടിച്ചതും പാതിരാത്രിയിൽ ഡ്രൈവ് ചെയ്തു പോയി കടൽ കണ്ടതും ഒരുമിച്ച് കണ്ട സിനിമകൾക്ക് കൈയടിച്ചതുമെല്ലാം അർജുന്റെ ഓർമ്മകളിൽ സ്വർണ്ണവർണ്ണം പൂശി. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നീ മാത്രം മതി എന്ന് അയാൾ പലപ്പോഴും സുമിതയോട് പറയുമായിരുന്നു. എന്നാൽ ഒരു ദിവസം വൈകുന്നേരം അർജുൻ ഓഫീസിൽ നിന്ന് തിരികെ വരുമ്പോൾ കണ്ടത് പോലീസ് വാഹനങ്ങളും ആംബുലൻസുകളുമാണ്. നട റോഡിൽ തകർന്നു കിടക്കുന്ന കാറിനരികിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. അയാളുടെ ഹൃദയം പെട്ടെന്ന് ഒരു വലിയ ഭാരത്താൽ ഞെരിഞ്ഞമർന്നു. അത് സുമിതയുടെ കാറായിരുന്നു. ആ നിമിഷം മുതൽ അർജുന്റെ ജീവിതം ഇരുട്ടിലേക്ക് കൂപ്പുകുത്തി. സന്തോഷത്തിന്റെയും ചിരിയുടെയും സ്ഥാനത്ത് നിശബ്ദതയും ശൂന്യതയും നിറഞ്ഞു. അവൾ ഇല്ലാതായതോടുകൂടെ അവന്റെ ലോകവും അവസാനിച്ചു. ഓഫീസിലെ ഫയലുകൾ മേശപ്പുറത്ത് പൊടി പിടിച്ചു കിടന്നു. കൂട്ടുകാരുടെ ഫോൺ കോളുകൾ അവൻ ഒഴിവാക്കി. സുമിതയുടെ ഫോട്ടോകളിൽ നോക്കി മണിക്കൂറുകളോളം അയാൾ കരഞ്ഞു തീർത്തു. അവളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴും അവൾ കഴിച്ചുകൊണ്ടിരുന്ന കോഫി മഗ്ഗുകൾ കാണുമ്പോഴും അയാൾക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി. ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് അയാൾ തന്നോട് തന്നെ മന്ത്രിച്ചു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. അർജുൻ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി. സുമിതയുടെ ഓർമ്മകൾ അയാളെ ഒരു തരം ഭ്രാന്തൻ അവസ്ഥയിലേക്ക് എത്തിച്ചു. ഒരു ദിവസം മുറി വൃത്തിയാക്കുമ്പോൾ ഒരു പഴയ അലമാര തുറന്നപ്പോൾ സുമിതയുടെ ചില സാധനങ്ങൾ അയാൾ കണ്ടു. അതിൽ അവളുടെ ഡയറിയും ഉണ്ടായിരുന്നു. ഡയറി താളുകളിലൂടെ വിരലോടിച്ചപ്പോൾ അവസാനത്തെ പേജിൽ അവൾ എഴുതിയ മനോഹരമായ കൈപ്പടയിൽ ഒരു കുറിപ്പ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രിയപ്പെട്ട അർജുൻ, ജീവിതം എനിക്ക് തരുന്ന സന്തോഷങ്ങളെ ഞാൻ പൂർണ്ണമായി ആസ്വദിക്കുന്നു. അത് വേദനയായി മാറുമ്പോൾ ആ വേദനയെയും സ്നേഹിക്കാൻ ഞാൻ പഠിക്കും. കാരണം ആ വേദന പോലും എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അർജുൻ ആ വാക്കുകൾ സ്തംഭിച്ചുപോയി. താൻ സുമിതയുടെ ഓർമ്മകളിൽ മുങ്ങി. ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ വേദനയെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. അവൾ ആഗ്രഹിച്ചത് ഞാൻ സങ്കടപ്പെട്ട് ഇരിക്കുന്നതായിരിക്കില്ല, മറിച്ച് നന്നായിട്ട് തന്നെ ജീവിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയായിരിക്കും എന്ന് അയാൾക്ക് തോന്നി. ആ ഡയറി കുറിപ്പ് ഒരു പുതിയ വെളിച്ചം അയാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അർജുൻ മുഷിഞ്ഞ വേഷങ്ങൾ മാറ്റി, ഷേവ് ചെയ്തു, കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു. മാസങ്ങൾക്കു ശേഷം അയാൾ പുറത്തിറങ്ങി. മുടങ്ങിയ വ്യായാമങ്ങൾ പുനരാരംഭിച്ചു. ഓഫീസിൽ പോയി തന്റെ ജോലികളിൽ ശ്രദ്ധിച്ചു. പഴയ ജീവിതം അയാളിലേക്ക് പതിയെ തിരികെ വന്നുകൊണ്ടിരുന്നു. സുമിതകളുടെ ഓർമ്മകൾ അയാളെ സങ്കടപ്പെടുത്തിയില്ല, മറിച്ച് മുന്നോട്ടു പോകാനുള്ള ശക്തിയായി മാറി. സുമിതയുടെ ഓർമ്മ നിലനിർത്താൻ, അവളുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അയാൾ തീരുമാനിച്ചു. നൃത്തം ജീവിതമാക്കിയ സുമിതയുടെ പേരിൽ ഒരു ഡാൻസ് സ്കൂൾ ആരംഭിച്ചു. സുമിത മെമ്മോറിയൽ ഡാൻസ് അക്കാദമി എന്ന ബോർഡ് അയാളുടെ മനസ്സിൽ പതിഞ്ഞു. അക്കാദമിയുടെ ഉദ്ഘാടന ചടങ്ങിന് അർജുൻ എത്തുമ്പോൾ അവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു. കുട്ടികൾ നൃത്തം ചെയ്യുന്നു. അവരുടെ ചിരിയും നൃത്ത ചുവടുകളും ആ അക്കാദമിക്ക് പുതിയൊരു ഊർജം നൽകി. ഈ രംഗം കണ്ടപ്പോൾ അർജുന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് സങ്കടത്തിന്റെ കണ്ണീരായിരുന്നില്ല, മറിച്ച് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കണ്ണീരായിരുന്നു. വേദന തന്നെ തകർക്കാനല്ല, മറിച്ച് ശക്തനാക്കാനാണ് പഠിപ്പിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടാകാം. പക്ഷേ ആ വേദനകളെ അംഗീകരിക്കുമ്പോൾ അവ നിങ്ങൾക്ക് പുതിയ പാതകൾ തുറന്നു തരും.
അതുകൊണ്ടാണ് വേദനിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. കാരണം ആ വേദനകൾ നമ്മെ നയിക്കുന്നത് കൂടുതൽ തിളക്കമുള്ളതും മനോഹരവുമായ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടും കൂടിയാണ്.